ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് മൂത്തമ്മയുടെ ഗോസ്റ്റ് സ്റ്റോറി. അതെ, നമ്മൾ അച്ഛൻ്റെത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൂത്തമ്മയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. പിന്നെ മൂത്തമ്മ ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്, മൂത്തമ്മ വരത്തില്ല പറയാനായിട്ട്. മെയിനായിട്ട് പേടിയാണ്, പേടിയുണ്ട്. അതിനകത്ത് ഈ അനുഭവം ഉള്ളവർക്ക് പേടിയാവും. മൂത്തമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ പേടി. ഇങ്ങനെ ഇരിക്കും ആലോചിച്ച്. അപ്പൊ ഇത് അതിന്റെ ഒരു പാർട്ട് 2 അല്ലേ, ഒരു പാർട്ട് 2. അന്നത്തെ അത് കണ്ടില്ലായിരുന്നു വീഡിയോ? കണ്ടായിരുന്നു. ഇത് വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കുക, ഇല്ലാത്തവര് വിശ്വസിക്കണ്ട. എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പേടിയോ അല്ലെങ്കിൽ സംഭവമില്ല. ഇവരൊക്കെ പറഞ്ഞുള്ളൊരു അറിവുണ്ട്. മറ്റേ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും വരുന്ന സാധനം. അതെനിക്ക് നമ്മുടെ ബ്രെയിൻ മൈൻഡ് ഓൺ ആയിട്ടിരിക്കും, പക്ഷെ നമുക്ക് ബോഡി കൊണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല. എന്തൊക്കെയാ ചെയ്യണമെന്ന് തോന്നുന്നു, ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നു, പക്ഷെ ഒന്നും പറ്റത്തില്ല. വിളിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമുക്ക് അതെനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അന്നത്തെ കണക്ക് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ മേല് ഭയങ്കര ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് താഴെ ഇരുന്നത്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ വന്നാ ഇരുന്ന് കളിക്കാൻ ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ടാ? എന്തിനാ അതിന്റെ മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞപ്പോ ഗുഡ് സ്പിരിറ്റ് പറഞ്ഞ കഴിഞ്ഞ നമ്മളെ കുറെ പറഞ്ഞായിരുന്നു. നിങ്ങൾ കളിച്ചിട്ടുണ്ടാ? കളിച്ചിട്ടില്ല. നമുക്ക് ഒരു ദിവസം അത് ഇരിക്കാം, കളിക്കാം. അത് ഇനി ഇവിടെ വെച്ച് വേണ്ട, എങ്ങനെ ഇവിടെ വന്ന് പോയില്ലെങ്കിലും സമാധാനം കാണത്തില്ല. കളങ്ങാട്ടല്ല, വേറൊരു സ്പോട്ട് ഉണ്ട്. എവിടെ? കല്ലട തണ്ണി. ഇല്ല, ഞാൻ അയ്യോ അവിടെ പൊക്കൂടെ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു ഇതിലെ ഒരു സ്ഥലമുണ്ട്, കല്ലട തണ്ണി. ഞാൻ ടിപ്പർ ഓടിച്ചോണ്ടിരിക്കുന്ന എനിക്ക് പാലപ്പള്ളിയില് കല്ലമ്പലത്തൊക്കെയാണ് പണി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് അന്നാണ് ആ സമയത്ത് ഒരു ബസ് ദുരന്തം നടന്നായിരുന്നേ. അത് ഏകദേശം ഒരു ഒത്തിരി വർഷമായി. എത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല മരിച്ചത്. കാര്യം ഞായറാഴ്ച ദിവസമായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കല്യാണത്തിന് ഈ ബസ്സിലെല്ലാം അന്ന് ഈ അവിടെ ഭയങ്കര കട്ടറ കൂടിയായിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ വണ്ടി ബസ് പിന്നെ ആ തോട്ടിലേക്ക് മറിഞ്ഞു. അന്നൊക്കെയാണെങ്കിൽ ഒത്തിരി ബസ്സൊന്നുമില്ല, വല്ലപ്പോഴും 1-2 വണ്ടി അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ അതിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ് ഈ പിന്നെ ഇത് വരുന്നത്, വണ്ടി പോയിട്ട് വരുന്നത്. അവിടെ വന്നൊരു ദിവസം കോപ്പായി. അതൊരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാ. പക്ഷെ അല്ല, 27 വർഷം 27-28 അത്രയൊക്കെ വരും. 10-28 വർഷം പറയുമായിരുന്നു അവിടെ വരുമ്പോ എന്തോ ഒരു ഫീലൊക്കെ അനുഭവപ്പെടുന്നൊക്കെ പറയുമായിരുന്നു ആ സ്ഥലത്ത്. ഇപ്പഴും എന്നാലും നമ്മളിപ്പോ എങ്ങനെയായാലും അവിടെ വന്ന് സ്റ്റേ ഇല്ലല്ലോ. വണ്ടി ഇപ്പൊ റോഡൊക്കെ നല്ല വൃത്തിയായി കിടക്കൊണ്ട് ഓടി ഇനി വരികയല്ലേ. പണ്ടങ്ങനെയല്ല, അവിടെ മൊത്തം കട്ടറ കുഴിയാ. വന്നിറങ്ങി ചവിട്ടി നിർത്തിയാലോ ഭയങ്കര കണക്ക് കിടക്കുക ഓരോ കുഴിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബ വീട്ടിൽ നിന്നാണ്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൂത്തമ്മയുടെ കല്യാണം കഴിയുന്നത് ഏത് വർഷമായിരുന്നു? 2000. അന്ന് ഞാനുണ്ടോ? അച്ഛനാണ് ആദ്യം കല്യാണം കഴിക്കുന്നത്. ആ ഏതോ ഒരു ഫോട്ടോയിലുണ്ടല്ലേ, എന്റെ മുഖമില്ല, 3 മാസം കൊച്ചായിരുന്നു. എന്റെ കുഞ്ഞിലത്തെ മുഖമൊന്നും ഇല്ല, ഫോട്ടോ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് അവനും ഉണ്ട്, ഉണ്ണിയുണ്ട്. ഉണ്ട്. പിന്നെ ഞാൻ ഗർഭിണിയായി, 2ാമത് ഗർഭിണിയായപ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് എന്തോ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുക. ഒരു അച്ഛയുള്ള ചേട്ടനവിടെ ഇല്ലായിരുന്നു, തിരുവനന്തപുരത്ത് അവിടെ ജോലിക്ക് വർക്കിന് പോയേക്കോ. അന്നേരം അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാത്രി മേല് മൂത്തമ്മയുടെ എല്ലായിടത്തും ഫോണില്ല, അവരുടെ വീട്ടിലേ ഉള്ളൂ ഫോണ്. അങ്ങനെ രാത്രി അപ്പം 2-3 മാസമായി. അപ്പം ഞാൻ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുക. അപ്പം എന്തോ പോലെ എനിക്ക് തോന്നും, എന്നെ ആരോ പിടിച്ചോണ്ട് പോകുന്ന പോലെ തോന്നും. ഞാൻ തന്നെ കതവ് തുറന്ന് ഇറങ്ങി പോണേക്ക് ഓർമ്മ. അങ്ങനെ കതവ് അതൊന്നുമില്ല, അങ്ങ് എന്തോ മായാലോകം പോലെ. അങ്ങനെ എന്നെ കൈ പിടിച്ചാരോ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നി. കുറ്റിയൊക്കെ തുറന്ന് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഒരു രാത്രി 11 മണിയായപ്പോഴേ അച്ഛൻ വിളിക്കുന്നത്. പോയി നടന്ന് എന്റെ കൈ പിടിച്ച് ആരോ കൊണ്ടുപോകുന്ന പോലെ നടന്ന് മേളി വീട്ടിൽ ചെന്ന്
ഫോണെടുത്തോളം സംസാരിച്ചത് മാത്രമേ വീട്ടിൽ വരുന്ന ഓർമ്മയില്ല. ഒരു പ്രായമായ ഒരു ഉടുപ്പൊക്കെ ഇട്ട് എനിക്ക് അതാ തോന്നുന്നത്. നമ്മളവിടെ ഒരു പുളി ഉണ്ടായിരുന്നു, പുളിയുടെ മൂട്ടി ഇങ്ങനെ രണ്ടുപേരും. അതായത് മൂത്തച്ഛൻ ഫോണിൽ വിളിക്കുന്നു, വിളിച്ചത് മൂത്തമ്മ അറിഞ്ഞിട്ട് ഇറങ്ങുക. പോയി ഫോൺ വിളിച്ചു. പക്ഷെ മൂത്തമ്മക്ക് പോണതൊക്കെ ഓർമ്മയല്ല, ഓർമ്മയുണ്ടോ? എന്നെ ആരോ പിടിച്ചോണ്ട് പോകുന്നതൊക്കെ കൈ പിടിച്ച് ആരോ കൂടെ കൊണ്ടുപോകുന്ന പോലെ നല്ല ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അങ്ങനെ തിരിച്ചു വരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്, പോരുന്നൊക്കെ എനിക്കൊരു ഓർമ്മ കണക്കേ ഉള്ളൂ, വ്യക്തതയില്ല. എന്തോ ചെയ്തെന്ന്. അങ്ങനെ നടന്ന് വീട്ടിൽ വന്ന് പിന്നെ ഞാൻ കിടന്നൊന്നും എനിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ മറിഞ്ഞടിച്ച് ഞാനങ്ങ് വീണ് 2-3 മാസം കണ്ട. ആ സമയത്ത് ഉണ്ണി ഉണ്ട് കേട്ടോ. എനിക്കത് ഇപ്പോഴും അതൊക്കെ പറയുമ്പോ എപ്പോഴും പേടിയാ. പേടി കൊണ്ട് സംസാരിക്കാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഒരു പതുങ്ങൽ എന്തൊക്കെയോ ഒന്നും വ്യക്തതയില്ലാതെ ഒത്തിരി വർഷം കൂടെ ആയില്ലേ, കൊറേയൊക്കെ ഓർമ്മയൊക്കെ കുറവുണ്ട്. അങ്ങനെ പോയിട്ട് ഫോണൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അവിടെ വീണ്. അതായത് വീട്ടിന്റെ അകത്താ പുറത്താ? അകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചിനെയൊക്കെ ഇങ്ങനെ തൊട്ടിയിലിട്ട് ആട്ടുമ്പോൾ ആരോ വന്ന് ചോദിക്കും, കൊച്ചിനെത്താ, ഞാൻ ആട്ടാ. എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ മൂത്തച്ഛനൊക്കെ വന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നല്ല ഇതിന് ശേഷമാണ് ഇങ്ങനെ ഇതായതിനു ശേഷമാണ് മൂത്തമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത്, കൊച്ചിനെത്താന്ന് പറയും. കണ്ണിലോട്ട് മയക്കം പിടിക്കുമ്പോ അടുത്ത് വന്ന് നിൽക്കുമോ. വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ ഈ ചൂലെടുത്ത് വെച്ച് അടിക്കും. ഈ ചൂല് വെച്ച് അടിച്ചാ പോകും. ചീത്തയൊക്കെ വിളിച്ച് ചൂലൊക്കെ വെച്ച് അടിക്കും. അതൊക്കെ ഓരോ വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വിശ്വാസം ഉള്ളവര് മാത്രം കേൾക്കുക. അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു കഥ പോലെ ഇരുന്ന് കേട്ടോണ്ടിരുന്നാൽ മതി. ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ പറയണം കേട്ടോ. എന്തായാലും എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. കട്ടിലെ കിടന്നപ്പോ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകോ അതൊക്കെ ആശുപത്രി വെച്ച് ആശുപത്രി പോയല്ലേ, പോയി അവിടെയൊക്കെ ഒന്ന് മരുന്നൊക്കെ വെച്ചെല്ലാം ശരിയാവോ. പിന്നെ അടുത്ത് കിടന്നവര് പറയാ ഈ കൊച്ചു പൊങ്ങി ആകാശത്ത് പോകുന്ന കണക്ക് ഇത്രയും പൊക്കത്തിൽ പോയെന്ന്. ഞാൻ അടുത്തിരുന്നവര് അമ്മയൊക്കെ വെളിയിൽ പോയി, ആരും കാണുന്നില്ല, ഞാൻ മാത്രമല്ല. എല്ലാം കഴിഞ്ഞ് പിന്നെ എന്നെ കൊണ്ടുവച്ച് കിടത്തിയപ്പോൾ അടുത്ത് പറയാ ഈ കൊച്ചു ചത്തോണ്ടായിരുന്നു, പൊങ്ങി അങ്ങ് മണ്ടേ വരുന്ന പോന്നണക്ക് ഞാനങ്ങ് പോയായിരുന്നെന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത് വിശ്വസിക്കുന്നവര് വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളില്ല സിനിമയിലെ കണക്കൊക്കെ തോന്നും. അല്ല ഉള്ളായിരുന്നു. അതെ മുത്ത പറയുന്നുള്ളതാ. പണ്ട് തൊട്ടേ അമ്മ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷെ എനിക്കുള്ള അനുഭവമായിരുന്നു ഉണ്ട്. പിന്നെ സംഭവിച്ച കഥയുവാ, കള്ളത്തരം അല്ല ഇത്. എനിക്കറിയാം. ഓക്കെ, അല്ല ഇത് നമ്മള് മാത്രമല്ലല്ലോ കാണുന്നത്. ഇപ്പൊ എനിക്കിപ്പം പറയുന്നത് വിശ്വാസമുണ്ട്, ശരി. പക്ഷെ ഇത് ഒത്തിരി പേര് കാണുമ്പോ പലർക്കും പല അഭിപ്രായമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അമ്മയും പ്രഗ്നന്റ് ആയിട്ട് അവിടെ തന്നെ അല്ലായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാവർക്കും പറയും. പിന്നെ ഇപ്പോഴൊന്നും അല്ലാട്ടോ, ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. 10-25 വർഷമായ സംഭവം ഇല്ലേ. ഇപ്പോഴും അങ്ങോട്ട് പോകുമ്പോ പേടിയുണ്ട്. ഇപ്പോഴും എനിക്ക് പേടിയാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ഇപ്പോഴും അല്ലാത്തപ്പോഴും തലയൊക്കെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കാറി കയറാനായിട്ട് വരത്തില്ല. ഇപ്പോഴും അങ്ങനെ എന്നെ കണ്ടാ അറിയാം, അതുകൊണ്ട് തലയെ കൂടെ തോർത്തിട്ടുണ്ട്. ശാലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പോകത്തോളൂ. എനിക്ക് പേടിയാ. വേറൊരു ചെമ്പിന്റെ അതൊക്കെ ചെമ്പിന്റെ ഒരു വളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെമ്പിന്റെ വളയോ അല്ലെങ്കിൽ ഒരു ചരടോ ജപിച്ചിട്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല, നമ്മുടെ ദേഹത്തൊന്നും വരത്തില്ല, ആ ഒരു ധൈര്യം. പക്ഷേ ചിലപ്പോ ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നമുക്കതൊരു വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കിടക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. നമുക്ക് ഇന്നത് നമ്മുടെ കയ്യിലുണ്ട്, എന്തായാലും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം. പിന്നെ ഒരു 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പോകുന്നിട്ട് നമ്മളെല്ലാവരും 5 മണിക്ക് എഴുന്നേറ്റ് അമ്മ കക്കൂസി ബാത്റൂമിൽ പോയായിരുന്നു. ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും അമ്മ ഇരുന്ന് കുറച്ചു നേരം അനക്കൊന്നുമില്ല. ഞാൻ അമ്മ പറഞ്ഞു മുന്നേ ഉണ്ടായിരുന്നു ആയിരത്തെ വീട്ടിൽ വെച്ച് എന്നൊരു ശബ്ദം. അങ്ങനെ ഞാൻ പേടിച്ചെന്ന് അച്ഛ അമ്മ മാത്രം ഇരുന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട്. ചെന്ന് വിളിച്ചപ്പോ അമ്മ കയ്യിലങ്ങനെ നിക്കുന്ന. അങ്ങനെ അച്ഛൻ
എടുത്ത് ക്ലീനൊക്കെ ആക്കി അങ്ങനെ എടുത്തിട്ട് എന്നിട്ട് എല്ലാരും വന്ന് പിടിച്ചിട്ട് ഓ എന്ന് കിടന്ന് നിലവിളിയായിരുന്നു. അപ്പൊ ഭയങ്കര ശക്തി പോലെ ഞാൻ പിടിച്ച് ഇവൻ പിടിച്ച് അച്ഛൻ പിടിച്ച് ഇനി ഇറങ്ങി വന്ന് താഴെ ആ വീട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് അത് വെളുപ്പാകാലത്ത് എഴുന്നേറ്റ് പോയത് 5 മണിക്ക്. ഇങ്ങനൊരു കഥകളാരും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനൊരു കഥ അത് ഞാൻ ഇപ്പഴാ ആലോചിച്ചത്. പക്ഷെ ഇത് അന്ന് അച്ഛൻ അതൊക്കെ ഒഴിപ്പിച്ച് കളഞ്ഞില്ലായിരുന്നു. അന്ന് കുടത്തിലിരുന്ന് വിളിച്ചിട്ടൊക്കെ കൊണ്ട് കളഞ്ഞതൊക്കെ പിന്നെ റോഡ് വന്നില്ലേ, റോഡ് വന്നപ്പോ ഈ ഇതെല്ലാം മാന്തികളെ കളഞ്ഞു. അതായത് ഇവരെ അടക്കിയ സ്ഥലത്താണ് ഇപ്പം മറ്റേ ജടായി പറഞ്ഞിട്ട് മണ്ടലോട്ടുള്ള റോഡൊക്കെ വന്നത്. റോഡ് വന്ന് മാറ്റി ഇളക്കിയതിന് ശേഷം ഇപ്പൊ അവിടെ ആർക്ക് ശല്യമില്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് ഇപ്പൊ ഇല്ല, അതിന് മുമ്പല്ലായിരുന്നു, പണ്ടായിരുന്നു ഇതിന്റെ ഇപ്പൊ അവിടെ ഗർഭിണികള് പിള്ളേർക്ക് അവർക്കാർക്കും ഒന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ലട്ടെ. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 26 വർഷമായി. അവിടെ പിന്നെ വേറെ ആർക്കും അതിനുശേഷം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കർമ്മമൊക്കെ ചെയ്ത് കളഞ്ഞ് അവിടെ 1, 2, 3 ഇപ്പോഴുള്ള പിള്ളേർ എന്താണെന്നറിയാമോ അതൊന്നും കാണാത്തെ, ഫോണും തോണ്ടി അവര് രാത്രി 12, 1 മണി 2 മണി വരെ കിടക്കും, ഉറക്കം വരുമ്പോ കിടക്കും. അന്ന് അതുകൊണ്ടൊക്കെ അല്ലേ, ചൂടായ പുറത്ത് ചാടും, അല്ലെങ്കിൽ ലാവുണ്ടെങ്കിൽ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പം വെളി കൂടെ ഒക്കെ പോകുന്ന കാണാം. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കാലത്ത് ഓടുപുരയും ഈ ഓലപ്പുരയും മാത്രമേ ഉള്ളൂ വീടുകൾ കൂടുതൽ. ഈ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം, ഫാനും ഇല്ല. അന്ന് വീശുന്ന എന്തിനാണ്, നമ്മളെ പാളയില്ലേ ഒരു റൗണ്ടിന് വെട്ടി ഇങ്ങനെ പിടിച്ച് വീശുന്ന രീതി. ഇങ്ങനെയൊക്കെ വീശി ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെ അങ്ങ് ഉറങ്ങുവാണ്, വിയർത്ത് കുളിച്ചായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ വെളിയിലൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ചെളിയിൽ ചെറിയ അന്തരീക്ഷത്തിൽ തണുപ്പ് കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ വല്ലതൊക്കെ കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. അതൊക്കെ ആവണമൊന്നുമില്ല, ചിലപ്പോ പേടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മള് കണ്ടിട്ടുണ്ട് ഈ രാത്രി വയലിന്റെ തീക്കുണ്ട കണക്ക് ഉരുണ്ടുരുണ്ടൊക്കെ പോകുന്നത് നമ്മളവിടൊക്കെ. നിങ്ങളുടെ വീടിനോട് നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ. അപ്പൊ അമ്മയൊക്കെ പറയാം എന്തോ എന്തര പോവാന്ന് വരുത്തിന്റെ ചൂട്ടൊക്കെ കൊണ്ട് പോണായിരിക്കും ആരെങ്കിലും. അല്ലല്ല പരാതി വെട്ടമൊന്നുമില്ലല്ലേ? അമ്മയുടെ കറണ്ട് എന്താന്നത് അന്ന് കറണ്ട് 2005 പാരാത്രി അവിടെ അവരെ ആര് പോവാന്. ഒരു തീ ഇത്ര ഇതണ ഉരുണ്ടുരുണ്ട് പോകും. അമ്മ കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൊച്ചുനാളി. അമ്മക്ക് അതൊക്കെ കാണുമ്പോ അതൊക്കെ ആരെങ്കിലും ചൂട്ടം കൊണ്ടൊക്കെ അതൊന്നും എനിക്കറിയത്തില്ലേ. ഉണ്ട്. അപ്പൊ പണ്ട് പറയില്ല, പിന്നെ ആടിനെയൊക്കെ അടിച്ചൊള്ളിയിടോ വരുത്തുവൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. അയ്യോ ഒരു നമ്മളവിടെ ആട് ഉച്ചക്ക് അവിടെ ഒരു ഇതുണ്ട് പാറക്കെട്ടിന്റെ അവിടെ നമ്മളെ വീട്ടിൽ താഴെ. അമ്മ രാവിലെ കഴിഞ്ഞ് 12 മണിക്കുമ്പോ അവിടെ നിന്ന് അഴിച്ചു പറ്റില്ല, ഈ ആടിനെ അടിച്ചൊള്ളി ഇട്ടിട്ട് പോകുന്നത് വരുത്തുവൊക്കെ ഉണ്ട്. ആട് കിടന്ന് കഷ്ടം വിളിയാ, അത് അടിച്ചൊള്ളിട്ട് കൊന്നളയും. അത് പോകുന്ന വഴിക്ക് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാമിയാരോ എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഉള്ള കുടുംബമായിട്ടിരിക്കുമ്പോൾ കഥകൾ കേട്ട് നമ്മൾ കുഞ്ഞുനാളെ അങ്ങനെയല്ലേ വളർന്നത്. അപ്പൊ നമുക്കത് കൂടുതൽ അപ്പൊ ഇങ്ങനെ ഉണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ കൊച്ചുനാൾ പോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പഴങ്ങനെ ഇല്ല. ആർച്ചലേ ഞാൻ വലുതായില്ലേ, ഇനിയിപ്പോ പറയാൻ നാണക്കേട്. പണ്ട് ഈ വിളി കേൾക്കുമ്പോ ഞാൻ എപ്പോഴെങ്കിലും ഇപ്പൊ വിളിക്കാം. അതെങ്ങനെ അറിയാം, പട്ടി അന്നേ നിങ്ങളെ പ്രസവിച്ച വീട്ടിൽ കിടന്ന സമയത്ത് നിന്റെ അവിടുന്ന് എന്ത് നടക്കണോന്നറിയാവോ, പേടിയാ. അങ്ങനെ നടന്നു ബേക്ക് വെച്ചൊരു ഓലയും പടഞ്ഞു പോകുന്നത്. പറയാനേ, പണിക്ക് പോയിട്ട് വന്ന മാവള ഇറങ്ങണം. പിന്നെ അവിടെ പോണമെങ്കിൽ 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഈ 3.5 കിലോമീറ്റർ നടന്നാ പോകുന്നത്. അവിടെ വണ്ടിയൊന്നുമില്ല, വഴിയില്ല. വണ്ടി പോകാനുള്ള വഴിയാ. അന്നെന്ന് പറഞ്ഞാൽ ഇത്രയും വീതിയുള്ള വയലിന്റെ വരമ്പേ കൂടെ നടക്കണം. ഇത്രയും ദൂരം നടന്നു കിടന്നാണ് അവിടെ ചെല്ലുന്നത്. അവിടെ അങ്ങോട്ട് കയറി മേലോട്ട് തിരിഞ്ഞത് ഒരു ഓലയും മടലും വന്ന് ഒരു വീരപ്പൊങ്ങ് വീണു. ഓ, പിന്നെ ഞാൻ നിന്നത് ഓമനമ്മയുടെ വീട്ടിൽ. ഓട്ടം ഞാൻ ഓടി. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, പിന്നെ മൂത്തമ്മയ്ക്ക് ഈ ഒരു അനുഭവം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ കുഞ്ഞിലെയോ അങ്ങനെ എന്തെങ്കിലും കഥ കേൾക്കലോ പേടിയോ ഒന്നുമില്ല? ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം
ശേഷമാണ് അങ്ങനെ അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇവരൊക്കെ പറയുന്ന കഥകളൊക്കെ കേട്ടിനി മനസ്സിൽ കിടന്നു. ഞാൻ ആട്ടാൻ കൊച്ചിനെത്താന്ന് ചോദിക്കുന്നേ. ചിലപ്പോ ഇതൊക്കെ കേട്ട് പേടിച്ചിട്ടുള്ള പറയാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞാണെങ്കിൽ മറ്റേ എന്നൊക്കെ മൂളി അറിഞ്ഞൂടാ, അതിനെ പറ്റിട്ട് അറിയത്തില്ല. അവര് കേട്ടോളൂ. ഞാനേ കേട്ടോളൂ. ഇവനും അകത്ത് ഇവ ഉറക്കമായിരുന്നു തോന്നില്ലേ? ഇവ ഉറക്കമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രയാസം ഈ മരണപ്പെട്ട് കഴിഞ്ഞാല്. മരണപ്പെട്ടതിന് ശേഷം വലിയ പ്രേതം ആവുന്നത്. അപ്പൊ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് പിന്നെ പേടിയാ. പിന്നെ അതുവഴി പോക്ക് വരെ ചിലപ്പോൾ മാറ്റി. ശരി, അവിടെ വരുമ്പോ ഒരു ഓട്ടോ ഓടും. ഓട്ടോ ഒന്ന് രാത്രി ആയി കഴിഞ്ഞാൽ മിക്കവാറും ഈ രാത്രി എനിക്കുള്ള ഓടിയ ഈ ഡബിൾ ടാക്സ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മിക്കവാറും പാലാത്തിലായിരിക്കും വണ്ടി ഇട്ട് ഒതുക്കിയിട്ടിരുന്നത്. വന്ന് പെടും. അപ്പോഴ് അതുവരെ ഓർത്തില്ലെങ്കിൽ അവിടെ വരുമ്പോ ഓർക്കും. പിന്നെ ഓട്ടോ. പേടിയില്ലാത്തതിന്റെ കാരണം എന്താണ്? ഇപ്പൊ എല്ലാവർക്കും വീട്ടുമുറ്റത്ത് വണ്ടി വരും. മനസ്സിലായല്ലേ? പോകുന്നത് ബൈക്കിൽ പോകും, അല്ലെങ്കിൽ കാറിനകത്ത് പോകും. പോയി തിരിച്ച് നമ്മള് വീട്ടിൽ വരും. അതുമല്ല ഇഷ്ടം പോലെ ലൈറ്റും വെട്ടങ്ങളും എല്ലാം ആയില്ലേ. അന്ന് മൊത്തം കുറ്റാകുറ്റി ഇരുട്ടും. അന്ന് പറഞ്ഞാലേ അന്നിപ്പം നമ്മളെ റോഡിൽ നിന്ന് നമ്മളെ കുടുംബ വീട്ടിൽ കയറി പോകണമെങ്കിൽ അവിടെ വരും ഏതെങ്കിലും മടലും ചൂട്ടും കൊതുമ്പും ചവിട്ടി ഓടിക്കും, ഒരു തിരുപ്പം പോലെ കെട്ടും. എന്നിട്ട് അതിനൊരു തീ എത്തിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ അകലമാണം പോകുന്നൊക്കെ തീയും കത്തിച്ച് ഇങ്ങനെ 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 ആക്കി അതാണ് വെളിച്ചം. പണ്ട് പ്രേതപ്പടം കണ്ടിട്ട് വന്നിട്ട് കായാരൂപ മരിച്ചു പേടിച്ച് ഞങ്ങള് ഒരു കാര്യം പറയാം. നിനക്ക് ഒറ്റയ്ക്ക് പോയി ഇന്ന് രാത്രി അവിടെ കളക്കാണ്ട് വീട്ടിൽ നിന്ന് കിടക്കാവും. ഞാൻ ഒന്നും പറയാം. ആ വീട്ടില് നീ ഒറ്റയ്ക്ക് പോയി ആ കാട്ടിലെ കിടക്കപ്പെട്ടില്ല എറാത്തോടുന്നത് കിടക്കാം. നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ അത് ആ ചലഞ്ച് ചെയ്യണോ വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യും. കൂട്ടിനാളുടെ കിടക്കും. അതൊക്കൂല ഒറ്റയ്ക്ക്. അതൊക്കൂല. രണ്ടൊരു ഇവനെ കൊണ്ടുപോയാൽ അപ്പഴേ ഉറങ്ങും. ഇവ 9 മണിയാകുമ്പോ ഉറങ്ങുന്നവനാണ്. ഇവനെ കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കണം. யாரு வேணா வாங்க പടുത്തുകലാം 9 മണിയാകുമ്പോ പടുത്തുക ഞാൻ സുമതി ഓ ഇവിടെ കിടന്നോ അവനെ അങ്ങനെ കിടക്കാൻ സ്ഥലമൊന്നും വേണ്ട. കഴിയുമ്പോ അതുകൊണ്ട് കൊച്ചു ഒറ്റയ്ക്ക് പോകും. നിങ്ങള് കമന്റ് ചെയ്യാം, നോക്കാം. ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് പേടി ഇതൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. വലിയ ജോലിയാവും. ഇല്ല 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 ഞാൻ പോവെല്ലാം ചെയ്യും. എന്നെ പറ്റൊക്കെ ചെയ്യും. കുഴപ്പമില്ല. ഇല്ല മെയിൻ സ്വിച്ച് ഊരി കൈ വെച്ചു. എനിക്ക് ലൈറ്റ് ഒന്നും വേണ്ട. അത് ഇതാവണമെങ്കിൽ വരണം. അവിടെ മണിക്കൂട്ടനെ ഒന്നും വിളിക്കരുത്. കൂട്ടുകാരെ കിടക്കാൻ നോക്കൂല ഒറ്റയ്ക്ക്. ആ ശരി സമ്മതിച്ചു. തന്നേക്കും കൂടെ നോക്കാൻ കൂടി പേടി. എന്റെ അടുത്ത് വലിയ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്താൽ മതി, അല്ലാതെ വളഞ്ഞ വഴി സ്വീകരിക്കണ്ട. ഞങ്ങള് രണ്ടുപേരും കൂടെ കിടന്നിട്ടുണ്ട്. നമ്മള് ദീപയും സജീവണ്ണും ചേട്ടനും ഞങ്ങൾ എല്ലാരും കൂടെ കിടന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അച്ചൊറ്റ കിടന്നിട്ടുണ്ട് അവിടെ ഇത്ര നാളായിട്ട്. പണ്ട് കിടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കിടക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പാടാ. എന്നെ പേടിയാ. ഓക്കെ ഗൈസ്, അപ്പം അതാണ് കഥ. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ കേട്ടാൽ മതി. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇന്ന് പിന്നെ ഞാൻ അവിടെ പോയി വിളിച്ചോണ്ട് നിന്ന് പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളായതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ മെയിനായിട്ട് അന്ന് നടന്നത് കറക്റ്റായിട്ട് മൂത്തമ്മയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതൊരു സംഭവമാണ്. എന്തായാലും അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ. പോയി